കേരളത്തെ നടുക്കിയ പത്തനംതിട്ട പോക്സോ കേസിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബശ്രീ ബോധവൽക്കരണ പരിപാടിയിലാണ് പെൺകുട്ടി ആദ്യം പീഡന വിവരം പറഞ്ഞത്. അച്ഛന്റെ സുഹൃത്തുക്കളും പ്രതികളിൽ പ്രായപൂർത്തിയാകാത്ത കൌമാരക്കാരുമുണ്ടെന്നതും നടുക്കുന്നതാണ്. കുടുംബശ്രീ ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്ത പെൺകുട്ടി അവിടുത്തെ കൌൺസിലറോടാണ് പീഡന വിവരം ആദ്യം വെളിപ്പെടുത്തിയത്. വിഷയം ഗൌരവമേറിയതായതിനാൽ വിശദമായി പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനായി CWCക്ക് കൈമാറി. 2 ദിവസത്തെ കൌൺസിലിംഗിൽ തന്നെ പീഡിപ്പിച്ച 60-ലധികം ആളുകളുടെ പേരുകൾ പെൺകുട്ടി വെളിപ്പെടുത്തി. 14-ാം വയസ്സിൽ സുഹൃത്താണ് ആദ്യമായി ലൈംഗികമായി പീഡിപ്പിച്ചതെന്നും കായിക താരമായ കുട്ടിയെ പരിശീലകരും സഹപാഠികളും അച്ഛന്റെ സുഹൃത്തുക്കളും ഉൾപ്പെടെ ലൈംഗിക ചൂഷണത്തിനിരയാക്കിയതായും പെൺകുട്ടി വെളിപ്പെടുത്തി. പത്തനംതിട്ട ചുട്ടിപ്പാറയിൽ വെച്ചും ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ വെച്ചും കായികമേളയ്ക്കായി ട്രെയിനിൽ യാത്ര ചെയ്തപ്പോഴും ലൈംഗിക പീഡനം ഉണ്ടായിട്ടുണ്ടെന്ന് പെൺകുട്ടി മൊഴി നൽകി. നിലവിൽ വനിതാ ശിശു വികസന വകുപ്പിന്റെ അഭയകേന്ദ്രത്തിലാണ് പെൺകുട്ടി ഉള്ളത്. കുട്ടിയുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ ചികിത്സ നൽകുമെന്നും തുടർ പഠനം ഉറപ്പാക്കുമെന്നും CWC വ്യക്തമാക്കിയിട്ടുണ്ട്. മീഡിയ 1 പത്തനംതിട്ട.